ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം. വനവകുപ്പിനെതിരെ ദേശീയപാത ഉപരോധിച്ചാണ് പ്രതിഷേധം. മരിച്ച തോട്ടം തൊഴിലാളിയുടെ കുടുംബത്തിന് ഉടൻ ധനസഹായം നൽകണമെന്നാണ് ആവശ്യം. പൂപ്പാറ ബോഡിനായക്കന്നൂർ സ്വദേശി ഒച്ചപ്പനാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മകളുടെ തോട്ടത്തിന്റെ മേൽനോട്ടം വഹിച്ചു വരികയായിരുന്ന ഇയാളെ വ്യാഴാഴ്ച രാവിലെയോടെയാണ് കാട്ടാന ആക്രമിച്ചത്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. ആൽവിൻ, നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? ഇതിൽ ആരെങ്കിലും ഇവരോട് സംസാരിക്കുവാനോ ഒരു സമവായത്തിലെത്താനോ നിലവിൽ കഴിഞ്ഞിട്ടുണ്ടോ? വിശദാംശങ്ങൾ. പ്രതിഷേധം വലിയ കനത്ത പ്രതിഷേധമാണ് നാട്ടുകാരും ഒപ്പം CPM പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. ഇടുക്കി പൂപ്പാറയിലാണ് രാവിലെ 9 മണിയോടുകൂടി കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചത്. തമിഴ്നാട് ബോഡിനായക്കന്നൂർ സ്വദേശി ഒറ്റു തേവർ എന്ന 62 വയസ്സുള്ള ആളാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി മകളുടെ തോട്ടത്തിലേക്ക് മേൽനോട്ടത്തിനായി പോയപ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽ പെടുകയും കാട്ടാന ആക്രമിക്കുകയും ചെയ്തത്. എന്നാൽ വനംവകുപ്പ് നൽകുന്ന വിശദീകരണം രാവിലെ RRT സംഘം കൃത്യമായി ഇവിടെ ഉണ്ടായിരുന്നവർക്ക് മെസ്സേജ് നൽകിയിരുന്നു എന്നുള്ളതാണ്. കാട്ടാന കൂട്ടം ഉണ്ടാകുമെന്നും കാട്ടാന അവിടെ ഉണ്ട് എന്നുള്ളതും തോട്ടങ്ങളിൽ കാട്ടാന തമ്പടിച്ചിട്ടുണ്ട് എന്നതും കൃത്യമായി തന്നെ മെസ്സേജ് നൽകിയിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. പക്ഷേ അതറിയാതെയാണ് കൊച്ചുദേവർ ഈ ഏലക്കാട്ടിലേക്ക് പോയത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ അതിനുശേഷം അവിടെ നിന്ന് ഒച്ചുദേവരുടെ മൃതദേഹം അവിടെ നിന്ന് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതിലാണ് ഇപ്പോൾ പ്രധാന പ്രതിഷേധം ഉയർത്തുന്നത്. കാര്യം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്ന ബന്ധുക്കളോട് ആദ്യം അറിയിച്ചെങ്കിലും പിന്നീട് പോലീസ് ബോഡിനാക്കലിൽ വഴി തേനി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി എന്നുള്ളതാണ് പ്രധാന ആരോപണമായി ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഇടുക്കിയിൽ മെഡിക്കൽ കോളേജിൽ സർജൻ ഇല്ലാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ തേനിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. ബോഡിനാക്കന്നൂർ സ്വദേശിയാണ്, അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്ക് അതുകൊണ്ടാണ് മൃതദേഹം കൊണ്ടുപോയത് എന്നുള്ളതാണ് വനംവകുപ്പിന്റെ വിശദീകരണവും പോലീസിന്റെ വിശദീകരണവും ഉള്ളത്. എന്നാൽ വലിയ പ്രതിഷേധം ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ വീട്ടുകാരും പറയുന്നുണ്ട്. അവർക്ക് വേണ്ട ധനസഹായം ഉറപ്പിക്കണമെന്ന് CPM പ്രവർത്തകരും ആവശ്യപ്പെടുന്നു. ശാമിലി. ശരി.